അത് ശരിക്കൊരു ചൂണ്ടക്കുളത്തായിരുന്നു. പാവം സെർജിയോ അത് കൊത്തി. കാരണം ഇനി ആകെ 2 ആഴ്ചയേ ഉള്ളൂ മത്സരത്തിന്. ഈ 2 ആഴ്ച കൊണ്ടുള്ള പെട്ടെന്ന് ഒരു മസിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ മസിൽ സെപ്പറേഷൻ കുറയും. മസിൽ മൊത്തത്തിൽ കൂടും, ഓരോ മസിലിൻ്റെയും പ്രൊജക്ഷൻ കുറയും. അത് ആ സമയത്ത് എന്തോ സെർജിയോ, കാരണം ഇവര് തോറ്റു നിൽക്കുമ്പോൾ നമ്മളാകെ ഷോക്കിലാണ്. ഇനി എങ്ങനെയെങ്കിലും അടുത്തത് ജയിക്കണം എന്നാണ് ചിന്ത. സെർജിയോ കുറച്ചുകൂടിയൊക്കെ ഊർജിതമായിട്ട് വർക്കൗട്ട് ചെയ്തു. അതിനനുസരിച്ച് ഭക്ഷണവും കൂട്ടി. ഒക്ടോബർ 7 മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ്റെ സ്റ്റേജിലെത്തുമ്പോൾ സെർജിയോയുടെ ഷേപ്പ് ഒന്നുകൂടി മോശമാണ് ചെയ്തത്. അർണോൾഡ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള ഏറ്റവും നല്ല ഷേപ്പിൽ. ആ മത്സരത്തിലും പിന്നെ സംഭവിച്ചത് മറ്റൊന്നുമല്ല, അർണോൾഡ് ജയിച്ചു. അതിന് അദ്ദേഹം ഒരു ചെറിയൊരു ട്രിക്ക് വേറെ കാണിച്ചു. ഫൈനൽ സ്റ്റേജിൽ ജഡ്ജസ് ഇവർ രണ്ടിലാര്, ബാക്കി എല്ലാവരും ഓട്ടെ, ഇവർ രണ്ടുപേരിൽ ആര് എന്നുള്ള ഒരു ടൈയിൽ ഇവർ രണ്ടുപേരെയും മാത്രം വിളിച്ച് പോസ് ചെയ്യാൻ പറഞ്ഞു. അവിടെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സെർജിയോ ഒരു പോസ് കാണിക്കുമ്പോൾ അതേ പോസിൽ 3 രീതി അർണോൾഡ് കാണിക്കും. എല്ലാം കഴിഞ്ഞ് പോസിങ് മതിയാക്കി ഇവർ തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോൾ സ്റ്റേജിൻ്റെ 2 വഴി കൂടെ രണ്ടാളും നടക്കുകയാണ്. സെർജിയോ അങ്ങ് പോയി, അർണോൾഡ് പെട്ടെന്ന് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് 4 പോസ് കൂടി കാണിച്ചു. അങ്ങനെ കുറച്ച് പോസ് കൂടി കാണിച്ചിട്ട് ഇയാൾ എവിടെ പോയി എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ്. ആക്ച്വലി അങ്ങനത്തെ സംഭവം സെർജിയോ വിചാരിച്ചിട്ടില്ല. അയാൾ എപ്പോഴേ ബാക്ക് സ്റ്റേജിലെത്തി. അതവിടെ വേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. സെർജിയോ തളർന്നുപോയി, അർണോൾഡ് ഇപ്പോഴും നല്ല സ്റ്റാൻഡിലൂടെ നിൽക്കുകയാണ് എന്നൊരു ഇമ്പാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് ഇനി ജഡ്ജസിന് വേറൊന്നും ആലോചിക്കാനില്ല. അർണോൾഡ് മിസ്റ്റർ ഒളിമ്പിയ 23-ാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മിസ്റ്റർ ഒളിമ്പിയ എന്നുള്ള ടൈറ്റിൽ അന്ന് അർണോൾഡ് നേടി. ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ 55 വർഷമായിട്ടും ആരും തകർക്കാത്ത ഒരു വേൾഡ് റെക്കോർഡ്. മത്സരമെല്ലാം കഴിഞ്ഞു. സെർജിയോയ്ക്ക് ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു. അങ്ങനെ 2ാമത് ഇത്തിരി പോസ്റ്റ് കാണിച്ചത് ശരിയായില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിന് 1-2 ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു. അർണോൾഡിനോട് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ വളരെ സൗഹൃദപരമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം, അർണോൾഡ്, ഫ്രാങ്കോ, സെർജിയോ 3 ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരു വലിയ ഹോട്ടലിലാണെന്ന് അവർ താമസിക്കുന്നത്. അവിടെ ഒന്ന് ഒരേ റൂം അവർ ഷെയർ ചെയ്തു.